നമസ്തേ. ശബരിമലയുടെ ചൈതന്യം ഇല്ലാതാക്കാനുള്ള ശ്രമം ഇന്നും ഇന്നലെയുമായി ആരംഭിച്ചതല്ല. ശബരിമലയെ ലക്ഷ്യമിടുന്ന കഴുകൻ കണ്ണുകൾ പലകുറി വിശ്വാസ സമൂഹം തിരിച്ചറിഞ്ഞതാണ്. അതിൽ പലതിനെയും നമ്മൾ പോരാടി തോൽപ്പിച്ചതുമാണ്. ഒന്ന് പിറകിലേക്ക് സഞ്ചരിച്ചാൽ 1950-ലെ തീവെപ്പ് കേസിൽ തുടങ്ങി 80-കളിലെ സിനിമാ ചിത്രീകരണ വിവാദം, നിലയ്ക്കൽ കയ്യേറ്റം, 2018-ലെ യുവതീ പ്രവേശനത്തിലൂടെയുള്ള ആചാര ലംഘനം, കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മുല്ലപ്പെരിയാർ വിവാദങ്ങൾ, ഇതാ ഒടുവിൽ അനധികൃത ഹെലികോപ്റ്റർ ടൂറിസം പദ്ധതി ഉൾപ്പെടെ എല്ലാറ്റിലും ചില നിഗൂഢ ശക്തികളുടെ ഇടപെടൽ സുവ്യക്തമാണ് താനും. ഇതിനെല്ലാം ഒളിഞ്ഞോ തെളിഞ്ഞോ ഒത്താശ ചെയ്തു കൊടുക്കുന്ന മാറി മാറി വന്നിട്ടുള്ള ദേവസ്വം അധികാര ഭരണവർഗവും എന്നും സംശയത്തിന്റെ നിഴൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഭക്ത സമൂഹത്തെ എടുത്തുവെച്ച് നോക്കിയാൽ എന്നും ജുഡീഷ്യറിയുടെ ഒരു ഇടപെടൽ, അത് എടുത്തു പറയണം, ഒരു പരിധിവരെയെങ്കിലും ക്ഷേത്ര ആചാരങ്ങളെയും ചൈതന്യ സംരക്ഷണവും ഉറപ്പാക്കാൻ ഹേതുവായിട്ടുമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന ഹെലികോപ്റ്റർ ടൂറിസം വിവാദത്തെക്കുറിച്ചാണ് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നത്. കുറച്ചധികം ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. അത് പൊതുസമൂഹത്തിന്റെ മനസ്സിലുമുള്ളതാണ്. കാരണം ശബരിമലയെ ലക്ഷ്യം വെക്കുന്ന നിഗൂഢ ശക്തി ഏതാണ്? അധികാരവർഗം എന്നും ഈ ശക്തികൾക്ക് കാവലാളാവുന്നത് എന്തുകൊണ്ട്? ഭക്തരും നിയമവ്യവസ്ഥയും ഇതിലും ജാഗ്രത കാണിക്കേണ്ടതുണ്ടോ? ഇത്രയുമാണ് ഇന്ന് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിഥികളായി ശ്രീ RS രാജീവ് ഉണ്ട്. ഒപ്പം തന്നെ QU ജനീഷ് കുമാർ കോന്നി MLA, അദ്ദേഹത്തെ അല്പസമയത്തിനകം ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. SJR കുമാർ ജനറൽ കൺവീനറാണ് ശബരിമല കർമ്മസമിതി. ഒപ്പം M ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, വിദ്യാസാഗർ ഗുരുമൂർത്തി. ഇത്രയും പേരെയാണ് ചർച്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി പോകുന്നത് ശ്രീ SJR കുമാറിലേക്കാണ്. ശ്രീ SJR കുമാർ, ഇപ്പോൾ കഴിഞ്ഞ 15-ാം തീയതിയാണ് കൃത്യമായി പറഞ്ഞാൽ ജനം TV ഈ വാർത്ത പുറത്തുവിടുന്നത്. ഹെലികോപ്റ്റർ ടൂറിസം എന്ന് വെച്ചാൽ ശബരിമലയിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി ഇറക്കിയതിന് ശേഷം കാറിൽ നിലയ്ക്കൽ നിന്ന് പമ്പ വരെ കൊണ്ടുപോകും. അതിനുശേഷം സന്നിധാനത്ത് എത്ര തിരക്കുണ്ടെങ്കിലും ദർശനവും സാധ്യമാകും. അതും VIP ദർശനമാണ് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഹെലി കേരള എന്ന് പറഞ്ഞ സ്വകാര്യ കമ്പനിയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പരസ്യമൊക്കെ കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജനം TV ഈ വാർത്ത പുറത്തുവിട്ടത് കൃത്യമായി ദേവസ്വം അധികാരികളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് തന്നെയാണ്. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് അതിനുവേണ്ടിയുള്ള സാഹചര്യമൊന്നും ഒരുക്കി കൊടുത്തിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും അതിനെതിരെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തതായി കണ്ടില്ല. മാത്രമല്ല, ഏറ്റവും ഒടുവിലായി ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നു. വലിയ തോതിൽ വിമർശനമുണ്ടായിരിക്കുന്നു. ഹെലി കേരള കമ്പനിയോട് ഇതിന് വന്ന ധൈര്യം അല്ലെങ്കിൽ ഇതിനുള്ള അധികാരം ആര് കൊടുത്തു എന്ന് ചോദിച്ചു. ദേവസ്വം ബോർഡിനോട് ഇതിനെതിരെ എന്ത് നടപടി എടുത്തുവെന്നും ചോദിച്ചു. ഇപ്പോൾ ഈ മിനിറ്റിൽ നമ്മൾ നോക്കിയാലും ഈ വെബ്സൈറ്റിൽ നിന്ന് ആ പരസ്യം മാറ്റണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ വെബ്സൈറ്റിൽ നിന്ന് ആ സ്വകാര്യ കമ്പനി ഇതുവരെ ആ പരസ്യം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ധൈര്യം ഈ സ്വകാര്യ വ്യക്തികൾക്ക് ഉൾപ്പെടെ ശബരിമലയിൽ ഇങ്ങനെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ ഇത്രയധികം ധൈര്യം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? കാലാകാലങ്ങളായിട്ട് ശബരിമലയെ ഇല്ലാതാക്കാൻ, അതല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ വിശ്വാസങ്ങളെയെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമം വളരെയധികം ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ശബരിമല തീവെപ്പ് കേസും തുടർന്ന് ധാരാളം വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, ശബരിമല വരുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നും പിന്നീട് ഇങ്ങോട്ട് ശബരിമല യുവതീ പ്രവേശം, ശരിക്കും പറഞ്ഞാൽ യുവതീ പ്രവേശത്തിനപ്പുറം വിശ്വാസത്തെ തകർക്കാനായിട്ടുള്ള ധാരാളം വിഷയങ്ങളാണ് ആ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ വിശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളെയെല്ലാം അല്ലെങ്കിൽ അയ്യപ്പഭക്തന്മാരെയെല്ലാം അനാഥരാക്കുന്ന തരത്തിലേക്കൊരു നീക്കമാണ് കേരള സർക്കാർ കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വിശ്വാസികൾക്ക് അനുകൂലമായിട്ടൊരു നടപടി ഒരു കാരണവശാലും എടുക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടുകൂടിയാണ് പ്രത്യേകിച്ചും ഈ കേരളത്തിലെ ഇടത് സർക്കാർ. പക്ഷേ ഈ വിഷയത്തിൽ ഇടത് വലത് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കില്ല. കാരണം 57 മുതൽ മാറി മാറി ഭരിച്ച ഇടതു വലത് സർക്കാരുകൾ അവരുടെ നേതൃത്വത്തിൽ വന്ന അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ആളുകൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം വിഭാഗം, ദേവസ്വം ബോർഡ് തുടർച്ചയായിട്ട് ആ നിലപാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല വിഷയത്തിൽ കോടതിയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുന്നത്. കോടതി സ്വമേധയാ കേസെടുക്കേണ്ടതായിട്ട് വരുന്നത് ഇത്തരം വിഷയങ്ങൾ നിലനിൽക്കുന്നത് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് ഈ പറഞ്ഞ വെബ്സൈറ്റ് അത് അവർ പിൻവലിക്കില്ല. ഇപ്പം നമുക്കറിയാം, കേരള സർക്കാർ നിരന്തരമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഓരോ വിഷയങ്ങൾ, നിയമനിർമ്മാണം ഉൾപ്പെടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തെല്ലാം വിഷയങ്ങളാണ് ഇന്ന് കേരളത്തിൽ നമ്മുടെ മുന്നിൽ ഇത് കാര്യത്തിലുള്ളത്. അപ്പോൾ തുടർച്ചയായിട്ട് ഭാരതത്തിൻ്റെ ഭാഗമല്ലാതെ മറ്റൊരു സംസ്ഥാനം, മറ്റൊരു രാജ്യമെന്നോണമാണ് കേരളത്തിലെ സർക്കാർ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച നമ്മൾ കേരളത്തിലെ മൊത്തം സമാധാനം നഷ്ടപ്പെട്ടു, പോലീസ് സേനയുടെ എല്ലാം ഉണ്ട്. നമ്മളെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ശബരിമലയിലേക്ക് വന്നാൽ
ഈ പറഞ്ഞ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു പബ്ലിഷ് ചെയ്താണ്. നേരത്തെ കുറച്ച് നാൾ, എനിക്കൊന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രപരസ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് പരസ്യമൊക്കെ നൽകിയിരുന്നു. പക്ഷെ നമ്മൾ അന്ന് ധരിച്ചിരുന്നത് ഈ തരത്തിൽ ഒരു ആലോചന മാത്രമേ ഉള്ളൂ, ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ളതല്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം അവർ ദിവസം എന്നാണ്, എപ്പോഴാണ് അതിന്റെ യാത്ര തീയതി, എങ്ങനെ യാത്രയും സമയക്രമങ്ങളും എല്ലാം കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടെയാണ്. ഡിസംബർ 10 മുതൽ ജനുവരി 15 വരെ അവർ കൃത്യമായി താങ്കൾ പറഞ്ഞ പോലെയാണ് സമയം വെച്ചാൽ അവര് അതെ 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 അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് എത്ര മണിക്ക് പുറപ്പെടുന്നു, അവിടെ നിലയ്ക്കൽ എപ്പോൾ എത്തുന്നു, നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ നിന്ന് ഡോളി വഴി സന്നിധാനത്തിന് ദർശനം, വേണ്ടി വന്നാൽ രാത്രിയിൽ അവിടെ കിടക്കാനുള്ള സൗകര്യം, ഇത്തരത്തിലെല്ലാം ഉണ്ട്. കൂടാതെ VIP ദർശനം. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള വിഷയം, ഈ പറഞ്ഞ വെബ്സൈറ്റിൽ നേരത്തെ അന്നും ഇന്നും എന്നും നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി വളരെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ 3-ാമത്തെ 4-ാമത്തെ പാരഗ്രാഫിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ അംഗീകാരമില്ലാതെ ഇത് നടക്കില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കൂടാതെ ഇന്നിപ്പോൾ ജൻ ടിവിയുടെ വാർത്ത തന്നെ ഞാൻ കണ്ടത്, മുൻപ് ദേവസ്വം ബോർഡ് ഈ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഹെലികോപ്റ്റർ സർവീസ് നടത്താനായിട്ട് സമ്മതം നൽകുമെന്നുള്ള തരത്തിലേക്കുള്ള പരസ്യമൊക്കെ നൽകി എന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് കേട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ പിന്നിലുണ്ട്. പക്ഷേ കോടതിയിൽ കേസ്, സ്വമേധയാ കോടതി കേസെടുത്തപ്പോൾ അത് മുഖം രക്ഷിക്കാനായിട്ട് ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം. കാരണം ഈ ഇടതുപക്ഷ സർക്കാരും അവരുടെ, പ്രത്യേകിച്ച് എനിക്കൊന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാം ഒരു അംഗീകാരത്തോടെ, പാർട്ടി അംഗീകരിക്കാതെ കേരളത്തിലെ സർക്കാർ ഒരു കാര്യം ചെയ്യില്ല. കേരളത്തിലെ സർക്കാർ അംഗീകരിക്കാതെ ഒരു വിഷയവും, അല്ലെങ്കിൽ പാർട്ടി അംഗീകരിക്കാതെ ഒരു വിഷയം ദേവസ്വം ബോർഡ് എടുക്കില്ല എന്നുള്ളത് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉന്നത തലങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ തന്നെയാണ് അവര് ഇത്തരം ആളുകളുമായിട്ടും ഭരിക്കുന്ന ആളുകളുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുള്ള ആളുകൾ തന്നെ ആയിരിക്കണം ഈ ഹെലികോപ്റ്റർ ടൂറിസത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ മറ്റൊരു വിഷയം, ഈ ശബരിമലയിലെ ഒരു എയർപോർട്ട് നിർമ്മിക്കാനായിട്ട് എരുമേലി വളരെ വിവാദമായ വിഷയമാണ്. ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ച സ്ഥലം തന്നെ വളരെ വിവാദമുള്ളതാണ്. ആരിസൺ മലയാളത്തിന്റെ കയ്യിൽ നിന്നപ്പോൾ വിവാദമാണ്. അത് കഴിഞ്ഞ് യോഹന്നാൻ എന്നൊരാൾ വാങ്ങിയപ്പോൾ പിന്നെ ട്രസ്റ്റാക്കി, എല്ലാം വിവാദത്തിലുള്ള സർക്കാർ ഭൂമിയാണ്. അത് ഈ സർക്കാർ ഭൂമി പണം സർക്കാർ അങ്ങോട്ട് കൊടുത്ത്, നമുക്കറിയാം, എനിക്ക് തോന്നുന്നു പാലാ കോടതിയിൽ ഈ പണം അടയ്ക്കാനായിട്ട് സർക്കാർ മന്ത്രിസഭാ യോഗ തീരുമാനമുണ്ട്. അടച്ചോന്ന് എനിക്കറിയില്ല. അതായത് ഈ അനധികൃതമായി കൈവശം വെച്ച സർക്കാർ ഭൂമി സർക്കാർ അങ്ങോട്ട് പണം കൊടുത്ത് വാങ്ങുന്ന തരത്തിലേക്ക് വരെ കാര്യം നിന്നു. കാരണം അപ്പോൾ അതിനകത്ത് പണത്തിന്റെ ഒരു തട്ടിപ്പ്. രണ്ടാമത് ശബരിമലയിലെ ടൂറിസം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എയർപോർട്ട് കൊണ്ടുവരിക. ഇത്തരത്തിലെ വ്യാപകമായ തരത്തിൽ ശബരിമല എല്ലാ ബസ്സിൽ നിന്നും ഇല്ലാതാക്കി. അതൊരു പണസമ്പാദന മാർഗം. കാരണം വെച്ചാൽ സർക്കാരിന് പണമില്ല, നമുക്കറിയാം. മദ്യവും മയക്കുമരുന്ന് ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോട്ടറി, ഈ കച്ചവടത്തിൽ നിന്നാണ്, ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നാണ് സർക്കാരിന്റെ വരുമാനം. അപ്പൊ അതുകൊണ്ട് മറ്റൊരു സ്രോതസ്സും ഇല്ലാത്തതുകൊണ്ട് ദേവസ്വമാണ് അവർ കാണുന്നത്. പ്രത്യേകിച്ച് ശബരിമല, നമുക്കറിയാം ആഗോള തലത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടനം നടക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ ശബരിമലയാണ്. കോടാനുകോടി കണക്കുകളിലൊക്കെ നമുക്ക് അവരുമായിട്ട് ഒരിക്കലും ചേരാൻ പറ്റില്ല. അവർ പറയുന്ന കണക്കും നമ്മൾ കാണുന്ന കണക്കും ഒക്കെ വ്യത്യാസമാണ്. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെന്നും. കാരണം ഈ ഭൂസ്വത്തുകൾ, ക്ഷേത്രഭൂമിയുടെ നഷ്ടപ്പെട്ടിരിക്കുന്നതിന്റെ കണക്കെടുത്താൽ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ധാരാളം കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ ഈ ക്ഷേത്രഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് വില്ലേജ് റെക്കോർഡിൽ തിരുത്തി ഈ പൊതു സ്ഥലങ്ങളും അതല്ലെങ്കിൽ സർക്കാർ ഭൂമിയും ക്ഷേത്രഭൂമിയും തിരിച്ചറിയാനാകാത്ത വരം അതൊരു മിക്സ് ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തില് ഈ ഭൂമി ഒരു വസ്തുവിടെ, കൂടാതെ ദേവസ്വം ഭൂമി പാട്ടത്തിന് കൊടുത്ത് അതിൽ നിന്ന് ആദായം നേടുക, കൂടാതെ ദേവസ്വത്തിന്റെ സ്വത്തുക്കള് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഈ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കോ ഒരു ബന്ധപ്പെടാത്തതായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ക്ഷേത്രഭൂമികൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഈ ധനം മറ്റു തരത്തിൽ ഉപയോഗിക്കുക. ഇതെല്ലാം കൂടാതെ ഇപ്പൊ ശബരിമല പോലുള്ള സ്ഥലത്ത് നമുക്കറിയാം വ്യാപകമായിട്ട് അഴിമതി നടക്കുന്നുണ്ട് പലതരത്തിൽ. അപ്പോൾ അങ്ങനെ വിശാലമായ അടിസ്ഥാനത്തിൽ ഈ ഒരു ധനസമ്പാദന മാർഗമായിട്ട് ശബരിമല, അത് മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. കാരണം അവിശ്വാസികളാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നവരെല്ലാം. കേരളത്തിലെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരും അതുപോലെ കേരളം സർക്കാരിൻ്റെ ഉൾപ്പെട്ട എല്ലാവരും തന്നെ, ഞാൻ ഉദ്യോഗസ്ഥന്മാരെയല്ല പറയുന്നത്, സർക്കാരിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ നമുക്കറിയാം ശബരിമല ഈ യുവതി പ്രവേശ സമയത്ത് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്തതെന്നും എന്താണ് അവരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നതെന്നും ഇന്നും അവർ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് നമ്മളെപ്പോഴും പറയുന്നുണ്ട്. ഈ വിവാദമായ വിഷയം അവിടെ 2018 സെപ്റ്റംബർ 28 ഓർഡറിൽ ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി കൊണ്ടുവന്ന ഉത്തരവ് മാറ്റി
വിശാലമായ ഒരു ബെഞ്ചിലേക്ക് അത് വിടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇന്നും ഈ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം മാറ്റാനായിട്ട് കേരള സർക്കാരോട് നിൽക്കട്ടെ, ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. അപ്പൊ ദേവസ്വം ബോർഡ് ആരുടെ ഒപ്പമാണോ? ഭക്തജനങ്ങളോടൊപ്പമാണോ? ശബരിമല നിലനിൽക്കണം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കണം എന്നുള്ള വിശ്വാസമുണ്ടോ ഈ ദേവസ്വം ബോർഡിന്? ഇല്ല എന്ന് തന്നെ നമ്മൾ ധരിക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തില് ഇന്നും അവര് ഭക്തജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഒരു വിഷയത്തിലും എടുക്കാത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സർക്കാരും ഈ ദേവസ്വം ബോർഡും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഭക്തജനങ്ങൾ ഒന്നിച്ചുകൂടി ശബരിമലയുടെ നല്ല കേരളത്തിലെ എല്ലാ സമസ്ത ക്ഷേത്രങ്ങളുടെയും കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ ധർമ്മം സംരക്ഷിക്കാനും ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാനും വിശ്വാസം സംരക്ഷിക്കാനുമുള്ള ശക്തമായ നീക്കങ്ങളും നടന്നുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെസ്, ശ്രീ ആർ എസ് രാജീവ്, ശ്രീ എസ് ജെ ആർ കുമാർ പറഞ്ഞത് കൃത്യമായി വിശ്വാസികളുടെയും ഭക്തരുടെയും മനസ്സിലുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം ഈ അവിശ്വാസികൾ ക്ഷേത്രഭരണം നടക്കുന്നിടത്തോളം കാലം അവിടെ എങ്ങനെയാണ് ഭക്തന് ഒരു നീതി ലഭ്യമാവുക എന്നുള്ളത് ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗം മാത്രമായി പ്രത്യേകിച്ച് ഈ തീർത്ഥാടന കാലത്തെയും കാണുന്നു എന്നുള്ളതാണ്. കാരണം പ്രളയം വന്നു, അതിനുശേഷം കൊറോണ വന്നു. ഈ 2018 ഈ യുവതീ പ്രവേശനം അതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ ഈ യുവതീ പ്രവേശനം ഇവർ ഇരുട്ടിന്റെ മറവിൽ നടത്തിയത് മുതൽ തന്നെ നമുക്കറിയാം നടവരവ് കാര്യമായി കുറഞ്ഞിരുന്നു. കാരണം ഭക്തരാരും കാണിക്കപ്പണം ഇടില്ല എന്നുള്ളൊരു കാരണം അത് വെച്ചിട്ടാണ് ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ശബരിമലയിൽ എത്രത്തോളം വലിയ ദ്രോഹമാണ് ഭക്തർക്ക് ലഭിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. താങ്കളെല്ലാം ആ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി ഭക്തരുടെ ഭാഗത്തുണ്ടായിരുന്നു താനും. അപ്പോൾ അന്ന് തൊട്ട് നടവരവ് വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു തീർത്ഥാടന കാലം നമുക്കറിയാം കൊറോണയുടെ ഒക്കെ ഭീതി ഒഴിഞ്ഞു, ബാക്കി പ്രശ്നങ്ങളൊന്നും വലുതായില്ല. ഈ പുതുതായിട്ട് വരുത്തി വെക്കുന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളത് ഒഴിച്ചാൽ അതിൽ ജാഗ്രതയോടെ ഇരിക്കണം തീർച്ചയായും. പക്ഷേ എന്തായാലും ഒരു തീർത്ഥാടന കാലം സുഗമമായിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല നടവരവ് കിട്ടുന്ന ഒരു തീർത്ഥാടന കാലം എന്നതിൽ കവിഞ്ഞ് എന്താണ് ശബരിമലയിൽ ഈ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സർക്കാരും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭക്തർക്ക് ഏത് രീതിയിലാണ് നീതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹെലി കേരള എന്ന കമ്പനിയുടെ പരസ്യം വന്നു. താങ്കൾ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചു എന്ന് പറഞ്ഞല്ലോ. താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ഹെലി കേരള എന്ന കമ്പനിയെക്കുറിച്ച്? ആദ്യം ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, നിലവിൽ ഭരിക്കുന്ന സർക്കാർ എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസത്തെ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മൾ ചരിത്രം എടുത്തു തുടങ്ങിയാൽ പ്രത്യേകിച്ച് 2016 മുതലുള്ള ചരിത്രം എടുത്തുവെങ്കിൽ ഈ കേരളത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതോടൊപ്പം തന്നെ പൈതൃകങ്ങളും സാംസ്കാരികതയും തച്ചു തകർക്കാനുള്ള ഒരു ശ്രമം, ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം വിവിധ ക്ഷേത്രങ്ങളിൽ ഒക്കെ നടത്തിയിട്ടുള്ള ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ കോട്ടയ്ക്കകത്ത് നിൽക്കുന്ന പൈതൃകം പോലെ ഇടിച്ചു നിരത്താനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമെന്ന് പറയുന്നത് ബോധപൂർവമായി ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൈതൃകവും നശിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് ശരിക്കും 2018 ഉയർന്ന ഇന്ന് യുവതീ പ്രവേശനം ഇല്ലാത്തൊരു വിഷയത്തിൽ കയറി പിടിച്ചുകൊണ്ട് ബോധപൂർവമായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം അതിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥ കേരളയിൽ നമ്മൾ ഇന്ന് കണ്ടു. എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആൾക്കാരെ ഉപദ്രവിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നിരവധി ആൾക്കാരെ ഉപദ്രവിച്ച് കേസെടുത്തിട്ട് പിന്മാറുന്നൊരവസ്ഥ. ഇതെല്ലാം ബോധപൂർവമാണ്. നാട്ടിൽ അരാജകത്വമുണ്ട്. അതായത് തങ്ങൾക്കുണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്നും വിഷയം തിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ എന്താണ് പമ്പ തൊട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കറവ പശുവായിട്ട് മാത്രമാണ് ശബരിമല സന്നിധാനം കാണുന്നത്. അതായത് കാണിക്ക വഞ്ചി മാത്രം വൃത്തിയാണ്, ബാക്കി ഏതാണ് വൃത്തിയുള്ളത്? കിടക്കാൻ റൂമോ ടോയ്ലറ്റോ കുടിക്കാൻ വെള്ളമോ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ആരും പറയുന്നില്ല. കാരണം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് അയ്യനെ കാണാൻ വേണ്ടി വ്രതമെടുത്ത് വരുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് മാത്രമാണ് ഈ സർക്കാർ പിടിച്ചിരുന്നത്. കാരണം കറവ പശുവിനുള്ള പൈസ മാത്രം മതി. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ജനൻ TV 15-ാം തീയതി ഇത് ഏറിൽ വിട്ടു ഈ വിഷയം. അതിന് 5 ദിവസമോ 10 ദിവസമോ മുമ്പ് ഈ പറയുന്ന ആൾക്കാരെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ സമീപിച്ചു ഇതിൻ്റെ വശം മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനും 10 ദിവസം മുമ്പാണ് ആരിട്ടിരിക്കുന്നത് ഡിസംബർ 15 വരെയുള്ള തീർത്ഥാടനത്തിനെ കുറിച്ചിട്ട് ഹെലി കേരള എന്ന് പറയുന്നൊരു കമ്പനി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആരാണ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വ്യക്തമായിട്ട് ടൈം ഷെഡ്യൂൾ കൊടുക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം ഒരു ഹെലികോപ്റ്റർ ഒരു ഹെലിപാഡിൽ ഇറങ്ങണമെങ്കിൽ ആദ്യം കൃത്യമായിട്ട് ആ വസ്തുവിൻ്റെ ആരാണോ വസ്തു ആ വസ്തു ആരുടെ കയ്യിലാണ്. ഇപ്പോൾ നിലയ്ക്കൽ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കൺസെൻറ്റ് വാങ്ങണം. ദേവസ്വം ബോർഡിൻ്റെ കൺസെൻറ്റ് തുടങ്ങി ഫയർഫോഴ്സിൻ്റെ കൺസെൻറ്റ്, പോലീസിൻ്റെ കൺസെൻറ്റ്, അതോടൊപ്പം വില്ലേജ് ഓഫീസറുടെ കൺസെൻറ്റ്, ഏറ്റവും ഒടുവിലാണ് ഇതെല്ലാ കൺസെൻറ്റും വാങ്ങിച്ചുകൊണ്ട് കളക്ടർ എടുത്ത് പോകുന്നത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ടീമിന് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിരിക്കവേ വ്യക്തമായിട്ട് ടൈം ഷെഡ്യൂൾ അടിച്ചുകൊണ്ട് ഒരു 10-15 ദിവസത്തെ ടൈം ക്ലിയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ കണക്ക് മൂന്നാമത്തെ ലൈനിൽ കൊടുക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അനുമതി ഇല്ലാതെ ഒരു വ്യക്തി കടമെടുത്താൽ അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ദേവസ്വം ബോർഡിനില്ലേ? ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? എൻ്റെ പേരിൽ ദേവസ്വത്തിന്റെ പേരിൽ ഭക്തരെ ചൂഷണം ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നു എന്ന് കൊടുക്കാത്ത എന്താ?
ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി ഏതാണ്ട് 10 മാസത്തിന് മുമ്പ് എയർ ട്രിപ്പ് എന്ന നിലയ്ക്ക് മനോരമ പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട് കുറേ ആൾക്കാരിൽ നിന്നും പണം വാങ്ങി മുങ്ങിയ ഒരു കമ്പനിയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ 10 ദിവസമായിട്ട് പോലീസോ ദേവസ്വം ബോർഡ് തയ്യാറായോ? അപ്പോൾ പോലീസും ദേവസ്വം ബോർഡ് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തുകൊണ്ട് ഇതിൽ പറഞ്ഞു അതെടുത്ത് മാറ്റണം, വെബ്സൈറ്റിൽ നിന്ന് അതെടുത്ത് മാറ്റണം, അവരെക്കുറിച്ച് അന്വേഷിക്കണം. ദേവസ്വം ബോർഡ് പറഞ്ഞു, പോലീസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. മാത്രവുമല്ല, ഈ വിഷയം 15-ാം തീയതി വന്ന് ഇന്ന് 19-ാം തീയതി 4 ദിവസമായിട്ടും ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള കേരള പോലീസ്, ദേവസ്വം ബോർഡ്, സംസ്ഥാന സർക്കാർ ഒരാൾ പോലും ഈ കമ്പനിക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തുവാനോ ഈ കമ്പനി ആരെന്ന് തീരുമാനിക്കാനോ ഇവരെന്താണ് ചെയ്യണമെന്നോ അന്വേഷിച്ചിട്ടില്ല. ഇനി നാളെ പുറത്തു വരാൻ പോകുന്ന എന്താണ്? ഇത് 10-15 ദിവസത്തിന് മുമ്പ് ഇട്ട വാർത്തയാണ്. ഏതൊക്കെ സംസ്ഥാനത്തുള്ള ആൾക്കാർ ഇതിൽ വഞ്ചിതരായി എന്നറിയാൻ സാധിക്കുമോ? അപ്പൊ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഒരാൾ കള്ളം ചെയ്തു എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അതിനെതിരെ നടപടി എടുക്കാതിരിക്കുമ്പോൾ ആണ് സംശയം വരുന്നത്. ഇതിൽ ദേവസ്വത്തിന്റെ ഒത്താശയുണ്ടോ, ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഈ ഹൈക്കോടതി പറഞ്ഞിട്ടും ഹൈക്കോടതിയെ വെല്ലുവിളിച്ച് നിൽക്കുന്ന കേരളത്തിലെ സർക്കാരാണ്. അപ്പൊ സർക്കാരിന്റെ സഹായം ഇല്ലാതെ ഒരാൾ ഇങ്ങനെ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളെപ്പോലെ സാധാരണ വ്യക്തികളാണെങ്കിൽ പറയുന്നുമ്പോ എടുത്തോണ്ട് പോകും. പക്ഷെ ഇത് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ തനിക്ക് കരുത്ത് പകരുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത കരുത്ത്, ആ കരുത്ത് പകരുന്ന ആൾക്കാർ ആരൊക്കെയോ ഉണ്ട് എന്നതാണ് അനുമാനിക്കാൻ വേണ്ടി. അതെ, അതാണ് ശ്രീ RS രാജീവ്. ശ്രീ M ജയചന്ദ്രൻ, ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പൊതുസമൂഹത്തിന്റെ മനസ്സിലും വരുന്നത്. കാരണം ഹൈക്കോടതി എന്ന് ചോദിച്ചത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ദേവസ്വം ബോർഡിനോട് ഈ വിഷയ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇതിനെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിക്കുന്നു. മാത്രമല്ല, ഹെലി കേരള കമ്പനിയോട് എന്ത് ധൈര്യത്തിലാണ്, എന്ത് അധികാരത്തിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള പരസ്യം കൊടുത്തതെന്ന് ചോദിക്കുന്നു. എന്തായാലും അവർ ഇതുവരെ ആ പരസ്യ വെബ്സൈറ്റിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് എടുത്തു നോക്കിയാലും കാണാൻ പറ്റും. helikerala.com എന്ന വെബ്സൈറ്റിൽ ആ പരസ്യം ഇപ്പോഴും കൃത്യമായി തന്നെയുണ്ട്. അപ്പോൾ എന്ത് ധൈര്യത്തിന്റെ പുറത്തായിരിക്കും ഈ ഹെലി കേരള കമ്പനി ഇത്തരത്തിൽ ഈ പരസ്യം കൊടുത്തത് ഇപ്പോഴും അത് മാറ്റാതെ നിൽക്കുന്നത്? കാരണം ഈ ഹെലികോപ്റ്ററിൽ കൊണ്ട് ഇറക്കാം എന്നുള്ളത് മാത്രമല്ല, നമുക്കറിയാം 20,000 രൂപ ഒരു ലാൻഡിങ്ങിന് വാടക കൊടുത്താൽ ഹെലികോപ്റ്ററിൽ അവിടെ ചെന്ന് ഇറങ്ങാം. പക്ഷെ അത് മാത്രമല്ല അവർ വാഗ്ദാനം ചെയ്യുന്നത്, അതിനുശേഷം നിലയ്ക്കൽ നിന്ന് പമ്പ വരേക്ക് കാറിൽ കൊണ്ടുപോകാം. നമുക്കറിയാം ചെറിയ വാഹനങ്ങളൊക്കെ ചെന്നാൽ പോലും പോലീസിന്റെ ഒരു അവിടെ നിൽക്കുന്ന ഡ്യൂട്ടിക്കുള്ളവരുടെ ഒരു രീതി അനുസരിച്ചിരിക്കും അത് അനുവദിക്കുന്നതോ അല്ലാതെയോ. എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് ഭക്തർ അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷേ ഈ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് കൃത്യമായി കാറിൽ അവിടെ കൊണ്ടു ചെല്ലാം പമ്പയിൽ, അതിനുശേഷം സന്നിധാനത്തേക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ദർശനം വാങ്ങിത്തരാം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു തട്ടിപ്പ് ആണെങ്കിൽ, ഇത് ഒരു തട്ടിപ്പാണെന്ന് തന്നെ നമുക്ക് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇതിനെതിരെ ചെറുവിരൽ അനക്കിയില്ല എന്നുള്ളതാണ്. ഒരു കുറിപ്പ്, ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകാമായിരുന്നല്ലോ, എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതാണ് ആ സംശയമാണ്. താങ്കൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? താങ്കൾക്ക് ഇപ്പോൾ ഉന്നയിച്ച ഈ വിമർശനത്തിൽ രാജീവും SJR കുമാറും അടക്കം ഉന്നയിച്ച വിമർശനം ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ പരിപൂർണമായും മുഖവിലയ്ക്ക് ഞാൻ സ്വീകരിക്കുന്നു. അതെന്താ അവർ പറഞ്ഞിട്ടുള്ളത്? സംസ്ഥാന സർക്കാർ, LDF സർക്കാർ, അതിൻ്റെ കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഇവരുടെയൊക്കെ അനുമതിയില്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് അവർ ഖണ്ഡിതമായി രണ്ടുപേരും പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നു. പക്ഷേ മറിച്ചൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരു എയർ റൂട്ട്, പ്രത്യേകിച്ചും ഒരു കൊമേഴ്സ്യൽ എയർ റൂട്ട് ആർക്കെങ്കിലും ഒരു കമ്പനിക്കോ സ്ഥാപനത്തിനോ മറ്റ് വ്യക്തികൾക്കോ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ സാധിക്കുമോ? ഇവരാണ് മറുപടി പറയേണ്ടത്. ഞാൻ മറുപടി പറയുന്നില്ല. എന്താണ് അതിൻ്റെ മറുപടി എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ കഴിയില്ല എന്ന് അനുമാനത്തിൽ എത്തേണ്ടി വരും. അത് അവർ തന്നെ പറയട്ടെ എന്താണെന്നുള്ളത്. ഏതായാലും ഒരു എയർ റൂട്ട്, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ കൊമേഴ്സ്യൽ എയർ റൂട്ട് തുടങ്ങാനായിട്ട് കേരള സംസ്ഥാന സർക്കാരിന് മാത്രമായിട്ട് കഴിയില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായിട്ട് കഴിയില്ല. അപ്പോൾ ഇത് ഒരു സ്കീമാണ്, ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി എന്താ? ഇപ്പോൾ താങ്കൾ ആങ്കർ എന്ന നിലയ്ക്ക് അവതാരിക ആദ്യം തന്നെ പറഞ്ഞത് പോലെ ഇത് ഒരു മാഫിയ പരിപാടിയാണോ? അതിനോട് എനിക്ക് കഠിനമായ വിയോജിപ്പുണ്ട്. ആ ഒരു പദപ്രയോഗം, ശബരിമലയിൽ മാഫിയ പ്രവർത്തനം. കാരണം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ശബരിമല ക്ഷേത്രത്തിലെ പിൽഗ്രിമേജ് എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ആ പിൽഗ്രിമേജ് വരുന്നത് സാധാരണഗതിയിൽ നവംബർ മധ്യം കഴിഞ്ഞ്, ഇത്തവണ വന്നപ്പോഴേ നവംബർ 16 മുതൽ ജനുവരി 20 വരെയാണ്. അതാണ് ആ പിൽഗ്രിമേജ് വരുന്നത്. അതിൻ്റെ ഷെഡ്യൂളും അങ്ങനെയാണ്. മറ്റ് സ്റ്റേറ്റുകൾ, നമ്മൾ മാത്രമല്ലല്ലോ, തമിഴ്നാടുണ്ട്, പുതുച്ചേരിയുണ്ട്, കർണാടകയുണ്ട്, ആന്ധ്രയുണ്ട്, തെലങ്കാനയുണ്ട്. ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പിൽഗ്രിമേജിന് ആൾക്കാർ വരുന്നുണ്ട്. അതിന് പുറമെ ഡൽഹിയിൽ നടക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും പിൽഗ്രിമേജിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അത് വേറൊരു കാര്യം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശബരിമല മാത്രമാണ് വിഷയം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൽ തന്നെ നിൽക്കുകയാണ്. അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ എല്ലാ ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം നിലനിൽക്കുന്നതും മുമ്പോട്ട് പോകുന്നതും അത് കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എല്ലാത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളും, ഏത് മതത്തിൻ്റെ ആയാലും എല്ലാത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളും കൂടുതൽ ഊർജ്ജസ്വലമായും വികസിച്ച് മുമ്പോട്ട് പോകുന്നത് അത് നന്നായി മാർക്കറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഈ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ ഇത് കേന്ദ്ര ഏവിയേഷൻ മന്ത്രാലയം അറിഞ്ഞിട്ടുണ്ടോ, സംസ്ഥാന സർക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടോ, ഇത് ദേവസ്വം ബോർഡ് അക്നോളജ് ചെയ്തിട്ടുണ്ടോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ചോദിക്കണം. ഞാനും നിങ്ങൾക്കൊപ്പം ആ ചോദ്യം ഞാനും ചോദിക്കുന്ന ആൾ തന്നെയാണ്. അതിൽ നിന്നും യാതൊരു സംശയവും എനിക്കില്ല. ഇത് ജനങ്ങൾ അറിയണം, തുറന്നു പറയണം, തുറന്ന് പറഞ്ഞിട്ട് തന്നെ വേണം. പക്ഷേ ഒരു മാഫിയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറയുന്നതാണ് എനിക്ക് വിയോജിപ്പ്. ബാക്കി ജനങ്ങളോട് പരസ്യമായി പറയുന്നതിന് എന്താണ് കുഴപ്പം? സർക്കാരിന് എന്താണ് കുഴപ്പം? ദേവസ്വം ബോർഡിന് എന്താണ് കുഴപ്പം? കാരണം ഇന്ത്യയിൽ മുഴുവനും ഈ പിൽഗ്രിം സെൻ്ററുകളെല്ലാം അത്ര നന്നായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നിടത്തെല്ലാം ആ തരത്തിലുള്ള വികസനവും വളർച്ചയും ഉണ്ടെന്നേ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്നും വേണ്ട, ഈ വർഷം മുഴുവനും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ എത്രയോ സ്ഥലങ്ങളിലേക്കാണ് ഈ ഒരു സർക്യൂട്ടായിട്ട് പോകുന്നത്, പിൽഗ്രിം സർക്യൂട്ട് എന്ന് പറഞ്ഞ അമ്പലങ്ങൾ വഴി പോകുന്നത്. കേരളത്തിലെ അടക്കം നിരവധി അമ്പലങ്ങൾ, അതിന് തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ, അങ്ങനെ നിരവധി ഓരോ പ്രദേശത്തുമുള്ള വിവിധ തരത്തിൽപ്പെട്ട ആൾക്കാരും സംഘടനകളും വ്യക്തികളും ഒക്കെ നടത്തുന്ന പിൽഗ്രിം ഈ പാക്കേജുകളുണ്ടല്ലോ, അതൊക്കെയും ഇതിൻ്റെ ഭാഗമാണ്. അതത് ക്ഷേത്രങ്ങളിലേക്ക് മാത്രമല്ല വരുമാനമുള്ളത്, ഈ ഇത്തരം ചെറിയ ഗ്രൂപ്പുകൾക്കും കൂടെ ആ വരുമാനത്തിൻ്റെ പ്രയോജനമുണ്ട്. അതൊക്കെയുണ്ട്, അത് നടന്നു വരുന്നതാണ്. അതിന് പ്രത്യേക ലൈസൻസ് ഒന്നും വേണ്ട. പക്ഷേ ഇതങ്ങനെയല്ല. ശബരിമലയിൽ നടത്തുമ്പോഴേക്ക് പ്രത്യേകമായിട്ട് അനുമതി വേണം. അനുമതി ആര് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അവകാശമുണ്ട്. ആ അവകാശത്തിന് വേണ്ടി ഞാനും ശബ്ദമുയർത്തും. പക്ഷേ ഇത് മാഫിയയാണ് ശബരിമലയിൽ എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മി വിയോജിപ്പ്. ശ്രീ എം ജയചന്ദ്രൻ, ഈ സംരക്ഷിത വനമേഖല ആയതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശബരിമലയിലെ വൈവിധ്യം. അതുകൊണ്ട് തന്നെയാണല്ലോ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും അത്തരം വൈവിധ്യമുണ്ട് എന്ന് പൊതുവിൽ സമ്മതിക്കേണ്ടി വന്നത്. കാരണം 2018 യുവതീ പ്രവേശനത്തെ തുടർന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ്. ബംഗാളും ത്രിപുരയിലൊക്കെ പരാജയമുണ്ടായി CPM-ന്. പക്ഷേ കേരളത്തിൽ പ്രതീക്ഷിക്കാത്ത കനത്ത പരാജയം വന്നത് ഈ യുവതീ പ്രവേശനത്തിന്റെ തുടർച്ച മാത്രമാണെന്നുള്ളത് താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത് സംരക്ഷിത വനമേഖല ഉൾപ്പെടുന്നതായതിനാൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിലപാട് തേടേണ്ടതുണ്ട് എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക സുരക്ഷാ മേഖലയാണ് ശബരിമല ഉൾപ്പെടുന്ന പ്രദേശം. ഇതെല്ലാം കൃത്യമായി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു പരസ്യം കൊടുക്കാനുള്ള ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വലിയൊരു പിന്തുണ ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാണുമെന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു മാഫിയ എന്നുള്ളൊരു വാക്ക് താങ്കൾ എടുത്തു പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. അല്ലാത്തവർക്ക് അങ്ങനെ ധൈര്യം വരില്ല. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ പോലീസിന് കൊടുത്തിട്ടുള്ള കൈപ്പുസ്തകത്തിൽ, അവരവിടെ സന്നിധാനത്ത് ഡ്യൂട്ടി ഏറ്റെടുത്ത പോലീസിന് കൊടുത്തിട്ടുള്ള കൈപ്പുസ്തകത്തിൽ താങ്കളും അറിഞ്ഞു കാണുമല്ലോ, ആദ്യത്തേതായി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അവിടെ എല്ലാവർക്കും ദർശനത്തിന് അനുവാദമുണ്ട് എന്ന് പറഞ്ഞ് വളരെ വിവാദമായൊരു നിർദ്ദേശം കൊടുക്കുന്നു. അതിനുശേഷം ആക്ടിവിസ്റ്റുകൾ അത് ഏറ്റെടുക്കുന്നു. ബിന്ദു അമ്മണിയെ പോലുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. വീണ്ടും അത് വാർത്തയായപ്പോഴത്തേക്കും ദേവസ്വം മന്ത്രിയാണ് ജനൻ ടിവിയോട് തന്നെയാണ് പ്രതികരിച്ചത്. അതൊരു പിശകായിരുന്നു, അത് പണ്ടത്തെ നിയമമാണ്, അല്ലെങ്കിൽ പണ്ട് കൊടുത്ത നിർദ്ദേശമാണ്, ഇത്തവണ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാകുന്നു. അപ്പോൾ ഇങ്ങനെ നിരന്തരം എന്തുകൊണ്ട് ഈ അലംഭാവം അല്ലെങ്കിൽ ജാഗ്രത കുറവ്? മാത്രമല്ല, താങ്കൾ പറഞ്ഞത് മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ആരാധനാലയങ്ങളിൽ. ഞാൻ അതിനോട് വിയോജിക്കുന്ന ആളാണ്. അതെന്തും ആവട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു അവസരത്തിൽ, കാരണം താങ്കൾക്കൊരു 7:45 നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് ഫ്രീ ആവേണ്ടതുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ അതിനെപ്പറ്റി നമുക്ക് ഡിബേറ്റ് ചെയ്യാം. എന്തു തന്നെയായാലും ഈ വികസനം കൊണ്ടുവരേണ്ടത് മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ എന്ത് വികസനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഒരു വാർത്ത എടുത്തു വെച്ചപ്പോൾ, അവിടെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടെന്ന് പറഞ്ഞൊരു വിവാദ നിർദ്ദേശം പോലീസിന് കൊടുത്ത വാർത്ത എടുത്തു വെച്ചപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മളോട് പ്രതികരിച്ചത് വലിയ രീതിയിലുള്ള കഷ്ടതകളാണ് അവിടെ ചെല്ലുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ അതെല്ലാം മറന്ന് അവിടെ ഭഗവത് ദർശനത്തിനായി എത്തുന്ന ആ ഒരു ഭക്തി ഉള്ളിലുള്ളത് കൊണ്ടാണ്. ജാതി മതഭേദമന്യേ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ആ ഭക്തി ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമല്ല, ഭക്തർക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്ത് വികസനമാണ് സർക്കാർ കൊണ്ടുവരുന്നത്, ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്നത്? അല്ല, അത് ശബരിമലയെ സംബന്ധിച്ചൊരു എക്സ്ക്ലൂസീവ് ചർച്ചയാണെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ ചോദിച്ചതിന് അത്യാവശ്യമായി ഞാൻ പറയാം ഒരു കാര്യം. 2019 ഇലക്ഷനിൽ LDFന്റെ കേരളത്തിലെ തോൽവി ശബരിമലയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ന് കരുതാത്ത ആളാണ് ഞാൻ, കേട്ടോ. അപ്പോൾ എന്നോട് ഞാനും അങ്ങനെ കരുതുന്നുണ്ടല്ലോ
എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശരി, ശരി. അത് അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ ആവുന്നുള്ളൂ. അത് മാത്രമല്ല കാരണം, മറ്റു പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം മാത്രമാണ് ശബരിമല. അതിൻ്റെ ആർക്കാണ് അതിൻ്റെ എഡ്ജ് കിട്ടിയെന്നൊക്കെയുള്ള വേറെ ചർച്ചാ വിഷയവുമാണ്. അതിലേക്ക് ഞാൻ വരുന്നില്ല. ഇപ്പം നമ്മൾ ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് വരുന്നില്ല. പിന്നെ എന്താണ് ശബരിമലയിൽ നടന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ശബരിമലയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അനുമതി വേണം. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആരാണ് ഈ പ്രത്യേക വിഭാഗം? സർക്കാരല്ല, ദേവസ്വം ബോർഡല്ല, മതസംഘടനകളല്ല, അത് തന്ത്രി കുടുംബമാണ്. തന്ത്രി കുടുംബത്തിന് അനുവാദമില്ലാതെ ശബരിമലയിൽ ആർക്കും ഒന്നും ഒരു കാലത്തും ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഇല്ല, മുൻപും ഇല്ല, ഇനി നാളെ ഉണ്ടാവില്ല. അതങ്ങനെയാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. ശബരിമലയുടെ ചിട്ടവട്ടങ്ങൾ അങ്ങനെയാണ് കൺസീവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. താഴമൺ മഠത്തിലെ തന്ത്രി കുടുംബമാണ് അക്കാര്യത്തിൽ എന്തൊക്കെ വേണം ഡെവലപ്മെൻറ്റ്സ്, എങ്ങനെയൊക്കെ വേണം ഡെവലപ്മെൻറ്റ്സ്, ഏതൊക്കെ അളവിലായിരിക്കണം, ഏതൊക്കെ തരത്തിലായിരിക്കണം നിശ്ചയിക്കുന്ന അവരാണ്. അപ്പൊ അവരുടെ ആ ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ച് സർക്കാരിനാണെങ്കിലും ദേവസ്വം ബോർഡിനാണെങ്കിലും ശബരിമലയിൽ ക്ഷേത്ര ആചാരങ്ങളിൽ മാത്രമേ ഉള്ളൂ. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കർണാടകത്തിന്റെയും ആന്ധ്രയുടെയും തെലുങ്കാനയുടെയും കോടീശ്വരന്മാരായിട്ടുള്ള അയ്യപ്പ ഡിവോട്ടീസ് കെട്ടിപ്പടുത്തിയ ബഹുനില കെട്ടിടങ്ങൾ അത് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ട് അതിനെ ഒന്ന് പരിപാലിക്കാൻ ഈ സർക്കാരിന് കാണിക്കുന്നില്ല, ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് കെട്ടിക്കൊടുത്തത് വേറെ ആൾക്കാരാണ്, അയ്യപ്പ ഡിവോട്ടീസ് ആണ്. അതിനെ പരിപാലിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഞാൻ പറയാം അത് ഒരു ഗണിക ശാസ്ത്രം വെച്ചിട്ടല്ല കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അതെ, ഈ ശബരിമലയ്ക്ക് അതിന്റെ അകത്തുള്ള കാര്യങ്ങൾക്കാണ് തന്ത്രി കുടുംബം പറഞ്ഞതെന്നുള്ളത് ഞാനും അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതാണല്ലോ വിജയ് മല്യ വർഷങ്ങൾക്ക് മുമ്പ് 700 കോടിയുടെ വികസന പ്രവർത്തനം നടത്തി നമുക്കറിയാം. അത് വേറൊരു സംഗതിയാണ്. നമ്മളത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പുറത്തെന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനവും വിശകലനവും വിലയിരുത്തലും അല്ലല്ലോ ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അത് വേറൊരു വിഷയമാണ്, നമുക്ക് വേറെ ചർച്ച ചെയ്യുകയും ചെയ്യാം. അതല്ല ഇവിടുത്തെ നമ്മുടെ ചർച്ചാ വിഷയം വന്നത് ഈ എയർ കേരളയാണ്. ആ എയർ കേരളയിൽ നിന്നുകൊണ്ട് തന്നെ ചർച്ച ചെയ്യുക. ആ എയർ കേരളയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ വിഷയം വിട്ടുപോകണ്ട. ഇതിൻ്റെ പെരിഫറലായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അത്തരം ആ പെരിഫറൽ വിഷയങ്ങൾ തന്നെ ചില ചർച്ചാ വേളയിൽ ന്യൂക്ലിയസ് ആക്കാൻ കഴിയുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറുന്നത്. അപ്പോൾ അത് ആ വിഷയം വരുമ്പോഴേക്ക്, ഈ എയർ കേരള വിഷയം വരുമ്പോഴത്തേക്ക് അങ്ങനെ ഈ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തെറ്റായ കാര്യമൊന്നുമില്ല. എവിടെയും അങ്ങനെയാണ്. ഇപ്പോൾ ഈ 7 ദിവസം എല്ലാ മാസവും 7 ദിവസം ഉണ്ടല്ലോ ശബരിമല നട തുറക്കുന്നുണ്ടല്ലോ. സമീപകാലത്തല്ലേ അത് സംഭവിച്ചത്? അതെങ്ങനെയാണ് സംഭവിച്ചത്? അങ്ങനെ ചെയ്യാൻ കഴിയും എന്നൊരു തീരുമാനം ഉണ്ടായതുകൊണ്ടല്ലേ? അത് സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ തീരുമാനപ്രകാരം വന്നതല്ല. ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. തന്ത്രി കുടുംബം അടക്കം പരിശോധിച്ചു. അതങ്ങനെ പോകാമെന്ന് പറഞ്ഞു. പഴയ ഒരു 1950 അത് തീപിടുത്തത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, രാജീവ് പറഞ്ഞല്ലോ. ആ സമയത്തൊക്കെ ഇങ്ങനെ പോകാൻ കഴിയില്ല. എല്ലാ മാസമുള്ള ഏർപ്പാട് അവിടെ ഇല്ല. അതൊക്കെ സംഭവിക്കുന്നത് പിന്നീടാണ്. അത് 5 എന്നുള്ളത് ഇപ്പോൾ 7 ആയി. അതങ്ങനെ ആയിട്ടുണ്ട്. അതൊക്കെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന കാലാനുസൃതമായ സൗകര്യങ്ങളുടെ വർധനമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതങ്ങനെയാണ് ഉണ്ടാവുന്നത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തർക്കങ്ങളുണ്ട്, എക്കാലവും തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ അസാധുവാണെന്നോ അസംഗതമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് ഇങ്ങനെയുള്ള നിരീശ്വരവാദികളല്ല അവിടെ ഭരിക്കേണ്ടത് എന്നുള്ള തർക്കം എപ്പോഴും ജനം ടി വി ഉന്നയിക്കാറുണ്ട്. ആ തർക്കങ്ങളൊന്നും സാങ്കത്യം ഇല്ലാത്തതാണ് എന്ന് ഞാൻ പറയുന്നതേ ഇല്ല. അതൊക്കെ വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാത്തത്. ഇപ്പോൾ അത്തരം ചർച്ചകൾ വരുമ്പോഴാണല്ലോ അത് പറയേണ്ടത്. അതിനൊക്കെ വിശ്വാസികളുടെ ഭക്തരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ദൃഷ്ടാന്തങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അത് നിങ്ങളെപ്പോലുള്ളവർക്ക് കൂടുതൽ വിശദീകരിക്കാനും ആഴത്തിൽ പറയാനും ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വികസന പ്രവർത്തനങ്ങൾ വരുന്നത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം. അതിൻ്റെ അകത്ത് സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശദീകരിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഒക്കെ ഹൈക്കോടതി ഈ കേസ് ഫയൽ സ്വീകരിക്കുന്നതിനെ ഇടയാക്കിയ സാഹചര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. എൻ്റെ ധാരണ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തിക്കൊള്ളാം കേട്ടോ, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ആ ധാരണയാണ് എനിക്കുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടുമാണ്. കാരണം ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും എത്രയോ വർഷങ്ങളായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് നടക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു അടിത്തറയുണ്ടല്ലോ. ആ അടിത്തറ നിന്നുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇതും ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. അത് വേണം. അങ്ങനെ മുകളിൽ ഒരാൾ നോക്കാനുള്ളത് ശബരിമലയുടെ കാര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്, ഉണ്ടാവുകയും വേണം. അത് ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ഇതിന് അനുമതി കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ ക്ലാരിറ്റി വരട്ടെ. ആ ക്ലാരിറ്റി വരുമ്പോൾ കേരളത്തിൻ്റെ മാത്രമായ പ്രശ്നമല്ലാതെ ഇത്തരം അനുമതികൾ വരണമെങ്കിൽ മുകളിൽ നിന്ന് കേരളത്തിന് ആ പരിധിക്ക് പുറത്തു നിന്നും അനുമതികൾ ഉണ്ടാവണം.
അവർ വെറുതെ അനുമതി കൊടുക്കുന്നവരല്ല. ഉദാഹരണത്തിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഒരു അനുമതി കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും ശുപാർശ ചെയ്യണമെന്ന് അവരനുമതി കൊടുക്കില്ല. അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടണം. ആ ബോധ്യങ്ങൾ വസ്തുതാപരമായിരിക്കുകയും വേണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഇനി വരും, അത് വരട്ടെന്നേ. അല്ലാതെ ഞാൻ ഈ എൻ്റെ വിയോജിപ്പ് ഞാൻ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ വാക്ക് പറയുന്നതിനോട് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വാക്കിനി പറയുന്നില്ല. അതിൽ മാത്രമുള്ള വിയോജിപ്പ്. ബാക്കി നിങ്ങൾ പറഞ്ഞ ആ ഇഷ്യൂസിനോടൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഇഷ്യൂ, അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ പാടില്ലാത്തതാണ്, വരേണ്ട ആവശ്യമില്ല. അതങ്ങനെ വന്ന സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്ത് വിലയിരുത്തി പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള നടപടികൾ കോടതിയുടെ ഇടപെടലിലൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കവുമില്ല. അതാണ് ഇക്കാര്യത്തിലുള്ള എൻ്റെ പ്രാഥമികമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ എം ജയചന്ദ്രൻ. നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ SGR കുമാർ, താങ്കൾ കേട്ട് കാണല്ലോ നേരത്തെ ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞതില്ല, അവിടെ ഈ എല്ലാ ആരാധനാലയങ്ങളും മാർക്കറ്റിംഗ് നടത്തിയാൽ മാത്രമേ വികസനം വരൂ എന്ന് പറഞ്ഞു. പക്ഷേ ശബരിമലയിൽ എന്ത് വികസനമാണ് വന്നിട്ടുള്ളത് എന്നാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകില്ല. നമ്മൾ ഈ ഹെലികേരള എന്ന കമ്പനി പരസ്യം കൊടുത്തതും ഹൈക്കോടതി ഇടപെട്ട് പരസ്യം പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും പരസ്യം പിൻവലിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ശ്രീ എം ജയചന്ദ്രൻ വാദിച്ചതുപോലെ എന്ത് രീതിയിലുള്ള വികസനമാണ് ശബരിമലയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഈ കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ടല്ലോ, തീവെപ്പ്, ഒപ്പം തന്നെ പുല്ലുമേട് ദുരന്തം, ഹിൽ ടോപ്പ് മണ്ണിടിച്ചിൽ, ഇതിനൊക്കെ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടും അതിനെ തടയിടാൻ വീണ്ടും ഒരു തീർത്ഥാടന കാലം കൂടി വന്നെത്തുമ്പോൾ പോലും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് പോരാഞ്ഞിട്ടാണ് ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം പോലും അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതും. താങ്കൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിലെ നിലപാട്, എന്താ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വികസനം അവിടെ നിൽക്കട്ടെ, കാരണം അതൊരു വേറൊരു വിഷയമാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ ഹെലികോപ്റ്റർ ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ വ്യോമഗതാഗതത്തിനുള്ള അനുമതി ആരാണ് നൽകേണ്ടത്, ദേവസ്വം ബോർഡാണോ കേരള സർക്കാരാണോ എന്നൊക്കെ ചോദിച്ച് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയിലേക്കും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ അംഗീകാരം, ഫോറസ്റ്റ് എൻവയോൺമെൻറ്റ് മിനിസ്ട്രിയുടെ അംഗീകാരം, ഇത്തരത്തിലുള്ള ചൂണ്ടിക്കാട്ടിയത്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട വിഷയം, ഇന്നലെ ഈ കേസ് സുവമോട്ടോ കോടതി എടുത്തപ്പോഴും ഇന്നത്തെ വാദങ്ങളിലുമൊക്കെ വളരെ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി വക്കീൽ പറഞ്ഞത് ഇത് കേന്ദ്രം അറിഞ്ഞിട്ടില്ല, അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അനുമതി ഇല്ലാത്ത അവസ്ഥയിൽ പിന്നെ ആരനുമതി കൊടുത്തു, ഏത് അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയതെന്ന് നമ്മൾ കൂടുതൽ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദേവസ്വത്തിൻ്റെ അനുമതി. കാരണം ഞാൻ ആ സമയത്ത് വേറൊരു വിഷയം കൂടെ പറഞ്ഞു. കേരളം ഭാരതത്തിൻ്റെ ഭാഗമല്ല, ഭാരതത്തിന്റെ ഭരണഘടന കേരളത്തിൽ ബാധകമെല്ലാം തരത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരും ദേവസ്വം ബോർഡ് ഉൾപ്പെടെ എല്ലാവരും. അത് നമ്മൾ എത്രയോ വിഷയങ്ങളിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കേരളം ഭരിക്കുന്നവർക്കോ അല്ലെ ദേവസ്വം ബോർഡിനോ എന്താ പറയുക, സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെയോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും വിഭാഗത്തിന്റെ അനുമതി വേണമെന്നൊന്നും അവർ ധരിക്കുന്നില്ല. അത് ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അതിന്റെ പ്രശ്നമില്ല, അവരതൊന്നും എഴുതിയിട്ടില്ലോ. അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദേവസ്വം ബോർഡ്. നേരത്തെ ആങ്കർ ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് നടക്കുന്നതെന്നും അവരെഴുതുകയും എത്രയോ നാളുകൊണ്ട് ഈ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ പത്രത്തിൽ പരസ്യമൊക്കെ നടത്തി. അത് നിലനിൽക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അത് കണ്ടില്ല എന്നടിച്ചു. ഇനി കണ്ടില്ല എന്നിരിക്കട്ടെ, ഇപ്പൊ കോടതിയിൽ കേസ് വന്നപ്പോൾ പോലും അവർ പറയുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോഴും എന്തുകൊണ്ടൊരു കേസ് എടുത്തില്ല? ഇത്രയും ദിവസമായി, 15-ാം തീയതി പോലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഗൂഢാലോചനയുണ്ട്. ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അല്ലെങ്കിൽ അത്തരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൂടെ അന്വേഷിക്കാൻ അവസരമില്ല, അല്ലെങ്കിൽ അന്വേഷിക്കുക, അവരുടെ പേര് കേസെടുക്കുക. അതായത് ഭാരതത്തിന് വിഘടിച്ച് നിൽക്കുന്ന മറ്റേതൊരു രാജ്യം എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വ്യക്തമായിട്ടുണ്ട് ദേവസ്വം ബോർഡ് അംഗീകാരം നൽകി എന്നുള്ളത്. അതുകൊണ്ട് ആ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുകയോ അവരുടെ മുന്നിൽ വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ കോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ അതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ് ഗുരുതരമായ വിഷയം. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.